അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിന് ഇപ്പോൾ അടുത്ത് പെണ്ണ് കാണാൻ ആ കുട്ടിനൊക്കെ ഇഷ്ടമായി. അപ്പോൾ കുട്ടിയുടെ ഡിമാൻഡ് ആദ്യം പറയാം. ആ കുട്ടിയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകണം, യൂറോപ്പ് മുഴുവൻ കറക്കിയിട്ട് തിരിച്ച് ദുബായിൽ സെറ്റിൽ ആവണം. അപ്പോൾ അങ്ങനെ പല ഡിമാൻഡാണ് ഇപ്പോൾ നാട്ടിലെ പെൺകുട്ടികൾക്ക്. അപ്പോൾ ഞാൻ യുവാക്കളോട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിയാം, നമ്മുടെ നാട്ടിൽ മാത്രമല്ല പെൺകുട്ടികളുള്ളത് ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റുമെങ്കിൽ കേരളം വിട്ട് ഒന്ന് പുറത്തിറങ്ങണം, ഒരു ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങാം. കേരളം വിട്ടിട്ടുള്ള കർണാടക ആവട്ടെ, യു പി ആവട്ടെ, ബീഹാർ എവിടെയെങ്കിലും അവിടെ കണ്ടല്ലോ പല ഗ്രാമങ്ങളിലും നല്ല നിസ്കാരവും അതവും ചിട്ടയും കാണാനൊക്കെ നല്ല സൗന്ദര്യമുള്ള പാവങ്ങളായ കുറേ കുട്ടികളുണ്ട്. ഒരു വീട്ടിൽ ഇപ്പോൾ ഉമ്മാക്ക് 5 മക്കൾ 5 പെൺകുട്ടികളുണ്ടെങ്കിൽ 5 കല്യാണം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന കുറേ അങ്ങനെ നമ്മൾ കാണുന്നതാണ് പല പുറത്ത്. കേരളം വിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും പല നാടുകളിലും, കേരളത്തിലെ പുറത്തുള്ള പല നാടുകളിലും ഇപ്പോഴും സ്ത്രീധനം നിലനിൽക്കുന്ന ഒരു സംവിധാനം ഇപ്പോഴും ഉണ്ട്. കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പുറത്തുണ്ട്. അതിനാൽ തന്നെ ഇവരിങ്ങനെ ബുദ്ധിമുട്ടാണ്, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ചുരുക്കി പറഞ്ഞാൽ എക്സ്പോഷർ കുറവായതുകൊണ്ടും ദാരിദ്ര്യമായതുകൊണ്ടും മറ്റ് സ്റ്റേറ്റ്സിലെ ഗ്രാമങ്ങളിലുള്ള പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ അടിമകളെ പോലെ നിൽക്കുമെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുപോട്ടെ, പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ആകർഷിച്ചത് സ്ത്രീധനത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നതാണ്. പുറത്ത് സ്ത്രീധനം എന്ന സംവിധാനമുണ്ട്, കേരളത്തിൽ അത് ഉണ്ടോ എന്ന് ഇദ്ദേഹത്തിന് അറിയില്ല പോലും. കേരളത്തിലെ പുരുഷന്മാരൊക്കെ പെണ്ണ് കിട്ടാതെ കഷ്ടപ്പെടുകയാണ്, അതിനുള്ള സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ചയാളാണ്. പക്ഷെ പാവത്തിന് കേരളത്തിൽ സ്ത്രീധനം എന്ന പരിപാടി ഉണ്ടോ എന്ന് അറിയില്ല. പൂച്ച കണ്ണടച്ച് പാലുടിക്കുന്ന ഒരു ഇമേജാണ് എനിക്ക് കിട്ടുന്നത്. അതായത് സ്ത്രീധനം കിട്ടിയിട്ട് വേണം അത് വെച്ച് ഗൾഫിൽ പോകാനും അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും ബിസിനസ് ചെയ്യാനും, അതുമല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങുന്നത് തന്നെ സ്ത്രീധനം കൂടുതൽ ചോദിക്കാൻ വേണ്ടിയാണെന്ന് കരുതുന്ന ആളുകൾ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. പക്ഷെ അത് ഓപ്പണായി പറഞ്ഞ നാട്ടിലെ പെൺകുട്ടികളുടെ ഡിമാൻഡിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരു പഞ്ച് കിട്ടില്ലല്ലോ.